ഇന്ന് 2024 ഡിസംബർ 22 ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്നൊരു യാത്ര പുറപ്പെട്ടു. ഇത്തവണ കോയമ്പത്തൂരിലേക്കാണ് ഞാൻ പോകുന്നത്. കോയമ്പത്തൂർ എയർപോർട്ടിനടുത്തുള്ള ബ്രോഡ്വേ സിനിമാസിലെ ഐമാക്സ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. പാലക്കാട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് കോയമ്പത്തൂരിലേക്ക്. രാവിലെ ആയതുകൊണ്ട് ഹൈവേയിൽ തിരക്ക് വളരെ കുറവാണ്. പോരാത്തതിന് നല്ല മഞ്ഞുണ്ട്. പോകുന്ന വഴി വാളയാർ ബോർഡർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നവക്കര എന്ന സ്ഥലത്തുള്ള ഹോട്ടൽ ആര്യാസിൽ കയറി. അവിടെ നിന്ന് ഒരു മസാല ദോശയും കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിന് അതിനിടയ്ക്ക് കൂട്ടുകിട്ടി. അങ്ങനെ കുറേ ദൂരം അതിന്റെ പിന്നിലായിട്ട് യാത്ര തുടർന്നു. ഞായറാഴ്ച ആണെങ്കിലും കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം തിരക്ക് വന്നു തുടങ്ങി. പുക്കടത്ത് നിന്നും അവിനാശി റോഡ് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. റോഡിന് വീതി ഉണ്ടെങ്കിലും ലൈൻ കീപ്പ് ചെയ്ത് ആരും ഓടിക്കാത്തതിനാൽ ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് ഡ്രൈവ് ചെയ്തത്. ചിലർക്കാണെങ്കിൽ കേരള വണ്ടി കണ്ടാൽ ഭയങ്കര ഹോണടിയും കൂടും. അങ്ങനെ അവസാനം ഞാൻ ബ്രോഡ്വേ മാളിൽ എത്തിച്ചേർന്നു. ഫാസ്ടാഗ് വഴി പാർക്കിംഗ് ഫീസും കൊടുത്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. മാളിന്റെ 1ാം നിലയിലാണ് തിയേറ്റർ. 2023 തുടങ്ങിയ ബ്രോഡ്വേ സിനിമാസിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഐമാക്സ് ലേസർ, തമിഴ്നാട്ടിലെ ആദ്യത്തെ എപ്പിക് സ്ക്രീനും ലക്ഷറി ഗോൾഡ് സ്ക്രീനും ഉൾപ്പെടെ 9 സ്ക്രീനുകളാണുള്ളത്. മുഫാസ എന്ന ഡിസ്നിയുടെ 3D സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. തിയേറ്ററിന്റെ എൻട്രിയിലെ ചെക്കിങ്ങും കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിച്ചതും നല്ല മനോഹരമായതും വലുതുമായ ലോബിയിലേക്കാണ്. ഐമാക്സ് എന്ന് എഴുതിയിരിക്കുന്ന മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാരുടെ ഇടിയാണ്. അതേപോലെ തന്നെ മുഫാസ സിനിമയുടെ കട്ടൗട്ടിനോടൊപ്പം നിന്ന ആളുകളും കുട്ടികളും ഒക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഷോ. ഒരു 8:50 ആയപ്പോഴേക്കും 3D ഗ്ലാസിൽ നിന്ന് ഞങ്ങളെ ഐമാക്സ് ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റിവിട്ടു. അത്യാവശ്യം വലിയൊരു ഹാളിലാണ് ഐമാക്സ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രീനും അത്യാവശ്യം വലുതാണ്. 4K ലേസർ ഐമാക്സ് പ്രൊജക്ഷനും 12 ചാനൽ ഔട്ട്പുട്ടുമാണ് ഇവിടെ ഉള്ളത്. കൊച്ചിയിലെ ഐമാക്സിനെ അപേക്ഷിച്ച് മികച്ച സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ സീറ്റുകൾ തമ്മിലുള്ള ലെഗ് സ്പേസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നല്ലായിരുന്നെന്ന് തോന്നി. Advanced technology will take you from the edge of your seat to the edge of reality. Enjoy crystal clear images and colors so intense. വൈകാതെ തന്നെ ഐമാക്സിന്റെ ട്രെയിലർ ഇട്ടതിന് ശേഷം പടം തുടങ്ങി. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിവിടെ ലഭിച്ചത്. സൗണ്ടും അടിപൊളി തന്നെയായിരുന്നു. ഐമാക്സ് കഴിഞ്ഞ് ഇവിടുത്തെ എപ്പിക് സ്ക്രീനും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയക്കുറവ് മൂലം അത് പിന്നീടാകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കോയമ്പത്തൂർ ടൗൺ ഒഴിവാക്കി ബൈപ്പാസിൽ കയറി പോകാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് കാണിച്ച പൊട്ടിപ്പൊളിഞ്ഞ തിരക്കേറിയ ഇടവഴികളിലൂടെ കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത് ഒടുവിൽ ബൈപ്പാസിൽ വന്ന് കയറി. റോഡ് നല്ലതാണെങ്കിലും 2 വരി പാതയായതിനാൽ ഭയങ്കര അപകട സാധ്യതയുള്ള ബൈപ്പാസാണിത്. സിറ്റിയിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ ബൈപ്പാസ് തിരഞ്ഞെടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ടോളും കൊടുക്കണം, കൂടാതെ ട്രാഫിക് ബ്ലോക്കും കിട്ടി. അടിപൊളി. അങ്ങനെ കുറച്ചു നേരം ബ്ലോക്കിൽപ്പെട്ട് സമയം കളഞ്ഞൊടുവിൽ ഞാൻ ബോർഡറിനടുത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ നവക്കരയിലുള്ള ജിയോന്റെ പമ്പിൽ നിന്നും ഡീസൽ അടിച്ച ശേഷം അടുത്തുള്ള സർവീസസിലെ KFCയിൽ കയറി ലഞ്ചും കഴിച്ച് പിന്നെ കേരള ബോർഡറും കടന്ന് പാലക്കാട്ടേക്ക് മടങ്ങി. ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ടി വന്നെങ്കിലും അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത് നഷ്ടമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.